പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയും സൈനിക സംഘർഷവും പുതിയ തലങ്ങളിലേക്ക് ഉയരുന്നതിനിടെ മേഖലയാകെ ഉളിക്കുന്ന നിർണായകമായ അവകാശവാദങ്ങളും നിഷേധവുമാണ് പുറത്തുവരുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിനും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾക്കും കനത്ത ആഘാതമേൽപ്പിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അരങ്ങേറിയത്. ജോർദാനിലെ അൽ അസ്രഖ് വ്യോമസേനാ താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ 3 F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായും തകർത്തതായാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. ഇതിനു പുറമെ മറ്റ് 3 അത്യാധുനിക വിമാനങ്ങൾക്ക് കനത്ത കേടുപാടുകൾ സംഭവിച്ചതായും ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നിർത്തിയിട്ടിരുന്ന റാമ്പും അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഹാങ്കറും ലക്ഷ്യമിട്ടാണ് ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചതെന്ന് IRGC വ്യക്തമാക്കുന്നു. ആക്രമണത്തിൽ നിരവധി US സൈനിക ഓഫീസർമാരും സാങ്കേതിക വിദഗ്ധരും കൊല്ലപ്പെട്ടതായും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ ഇറാനിലെ ഗേഷം ദ്വീപിൽ അമേരിക്ക അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിന് നൽകിയ ശക്തമായ പ്രത്യാക്രമണമാണിതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച് US സെൻട്രൽ കമാൻഡ് ഉടനടി രംഗത്തെത്തി. അമേരിക്കയുടെ ഒരു യുദ്ധവിമാനത്തിനും ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വഴി തടയപ്പെടുകയോ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്തുവെന്ന് അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. പരസ്പര വിരുദ്ധമായ ഈ വാദങ്ങൾ മേഖലയിൽ വൻ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ ശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്ന F-35 വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് ജോർദാനിയൻ സൈന്യവും പ്രതികരിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തു നിന്ന് തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് വന്ന 5 ബാലിസ്റ്റിക് മിസൈലുകൾ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തതായി ജോർദാൻ അധികൃതർ അറിയിച്ചു. എന്നാൽ തങ്ങളുടെ വ്യോമപരിധിയിൽ നടന്ന സൈനിക നീക്കങ്ങൾ ആശങ്കയോടെയാണ് കാണുന്നതെന്നും അവർ വ്യക്തമാക്കി. അതിനിടെ മേഖലയിലെ സൈനിക സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും നിർണായകമായ മറ്റൊരു രാഷ്ട്രീയ തീരുമാനവും പുറത്തു വന്നിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആശയവിനിമയത്തിൽ സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ടുകൾ. ടെഹ്റാനുമായുള്ള USന്റെ യാതൊരുവിധ സൈനിക ഏറ്റുമുട്ടലുകളിലും പങ്കാളിയായിട്ടില്ലെങ്കിലും തികച്ചും നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുമെന്നും സൗദി അറേബ്യ അറിയിച്ചു. സൗദി അറേബ്യയുടെ ഈ നിലപാട് മാറ്റം ട്രംപ് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിൽ ഇറാനെതിരെ വിശാലമായ സഖ്യം രൂപീകരിക്കാനും സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ ശക്തമാക്കാനും ലക്ഷ്യമിട്ടിരുന്ന അമേരിക്കയ്ക്ക് ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാന പങ്കാളിയായ സൗദിയുടെ നിഷ്പക്ഷത വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് സ്വന്തം സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെയും എണ്ണ ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് സൗദിയെ ഇത്തരമൊരു നിലപാടിലേക്ക് നയിച്ചത്. പ്രാദേശിക സ്ഥിരതയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് റിയാദ് വ്യക്തമാക്കുന്നു. ഇറാൻ അമേരിക്ക സംഘർഷം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കിടയിലും വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ഭീഷണികളും ആക്രമണങ്ങളും മേഖലയിലെ രാജ്യങ്ങളെ തങ്ങളുടെ സുരക്ഷാ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക മൾട്ടി റോർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നാണ് ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന F-35 ലൈറ്റനിങ്. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ നിര തുളച്ചു കയറാൻ ശേഷിയുള്ള ഒരു വിമാനത്തിന് ഏകദേശം $100 മില്യൺ വിലമതിപ്പുണ്ട്. 3 വിമാനങ്ങൾ തകർന്നു എന്ന ഇറാന്റെ വാദം ശരിയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക സൈനിക നഷ്ടമായിരിക്കും. ആക്രമണങ്ങളുടെയും പ്രത്യാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ആഗോള എണ്ണ വിപണിയിലും കടുത്ത അനിശ്ചിതത്വം ഉടലെടുത്തിട്ടുണ്ട്. ലോകത്തിലെ പ്രധാന എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിൽ സംഘർഷം കനക്കുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായേക്കാം. വിതരണ ശൃംഖല തടസ്സപ്പെടുമെന്ന ഭയത്താൽ ആഗോള വിപണികൾ അതീവ ജാഗ്രതയിലാണ്. ഇരുപക്ഷവും നടത്തുന്ന നവമാധ്യമ സൈനിക പ്രചാരണങ്ങൾ വലിയ തോതിലുള്ള മനഃശാസ്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വന്തം ജനതയ്ക്കും സഖ്യകക്ഷികൾക്കും മുൻപിൽ സൈനിക കരുത്ത് തെളിയിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ആയുധശേഷിക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും യാതൊരു കോട്ടവും തട്ടിയില്ലെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്.
ഐക്യരാഷ്ട്രസഭയും വിവിധ അന്താരാഷ്ട്ര സമൂഹങ്ങളും ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും പശ്ചിമേഷ്യ തകർക്കുന്ന രീതിയിലുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരെ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ആക്രമണം സൈനിക തന്ത്രജ്ഞർക്കിടയിലും വലിയ ചർച്ചയായിട്ടുണ്ട്. അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെ മറികടന്ന് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അമേരിക്കൻ എയർബേസുകളിൽ നാശനഷ്ടം വരുത്താൻ സാധിക്കുമോ എന്നത് പ്രതിരോധ മേഖലയിലെ പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതേസമയം സംഘർഷം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടയാൻ പ്രാദേശിക തലത്തിൽ നയതന്ത്ര നീക്കങ്ങളും സജീവമാണ്. മേഖലയിലെ ഇതര അറബ് രാജ്യങ്ങൾ അമേരിക്കയോടും ഇറാനോടും നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇറാന്റെയും അമേരിക്കയുടെയും പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നിലനിൽക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ യുദ്ധമേഖങ്ങൾ കൂടുതൽ കറുത്തിരുളുകയാണ്. വരുന്ന ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്നും തെഹ്റാനിൽ നിന്നും ഉണ്ടാകുന്ന നയതന്ത്ര സൈനിക തീരുമാനങ്ങളായിരിക്കും മേഖലയുടെ ഭാവി നിർണയിക്കുക. പശ്ചിമേഷ്യയിലെ ദ്രുതഗതിയിലുള്ള ഇത്തരം മാറ്റങ്ങൾ ആഗോള സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും ഒരുപോലെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ചെറിയ അബദ്ധം പോലും വിശാലമായ ഒരു ലോക മഹായുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചേക്കാമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ.